ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് 8 ഡേ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കറി റെഡിയാക്കുവാണ്. ഇത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ കറിയാണ്. മെയിനായിട്ട് ഇതിന് ചിക്കൻ കറി എന്നല്ല, ചിക്കൻ പാർട്സ് കറി എന്നാണ് പറയുന്നത്. കാരണം ചിക്കൻ്റെ കുറച്ച് പാർട്സും കാര്യങ്ങളുമൊക്കെ ഇട്ടിട്ട് ഉള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് ചിക്കൻ്റെ പാർട്സൊക്കെ ഇട്ടിട്ട് ആണെങ്കിൽ ഇക്കക്ക് മടിയാണ്, ചിക്കൻ കറി ഒക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് നമ്മൾ ദുബായിൽ എല്ലാം റിമൂവ് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാർട്സ് കറി ഇന്നവരെ എനിക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മച്ചിയോട് ആഗ്രഹം പറഞ്ഞപ്പോഴത്തേനും ഈ അമ്മച്ചി റെഡിയാക്കി തന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ പാർട്സ് കറി എന്ന് പറയുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരുമുര എന്നുള്ള നല്ല ചൂട് വെള്ളയപ്പം, അതിൻ്റെ കൂടെ പിന്നെ ചായ എന്ന് പറയുമ്പോഴത്തേനും ചെറിയ ഗ്ലാസ്സിൽ അമ്മച്ച് തന്നപ്പോഴത്തേനും എനിക്ക് ചായ കഴിഞ്ഞ ദിവസം തികഞ്ഞില്ല. അപ്പം ഞാനത് ഇന്ന് വലിയൊരു കപ്പിലാണ് ചായ എടുത്തത്. എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, നല്ല എരിവായിട്ട് നല്ല അടിപൊളി കറിയൊക്കെ ഒഴിച്ച് അപ്പത്തിലൊഴിച്ച് കഴിക്കുമ്പോഴത്തേനും നല്ല ചൂട് ചായ ഊതി കുടിക്കുമ്പോഴത്തേനും നല്ല രസമാണ്. അതുകൊണ്ട് ഞാൻ ചായയുടെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വലിയ കപ്പിൽ തന്നെ ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 വെള്ളയപ്പവും ആണ് ഞാനിന്ന് കഴിക്കുന്നത്. രാവിലത്തേന് 2 വെള്ളയപ്പം 2 ഇപ്പം വിളമ്പി വെച്ചിരിക്കുന്നതാണ്. ഞാൻ 3ാമത്തെ വെള്ളയപ്പമൊക്കെ ഓട്ടോമാറ്റിക്കലി എടുത്തായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ചിക്കൻ പാർട്സ് കറി കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കഴിക്കുമ്പോഴത്തേനുണ്ടല്ലോ, നമ്മൾ ഒന്ന് കഴിക്കുന്നു, 2 കഴിക്കുന്നു, 3 ഓക്കെ 3ആണ് മാക്സിമം. 3ൽ കൂടുതലൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ അറിയാതെ അങ്ങ് കഴിച്ചു പോവുകയാണ്. പിന്നെ നമ്മൾ തന്നെ ഒരു കൺട്രോൾ വെച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് എണ്ണം അങ്ങനെ ശ്രദ്ധിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് ചിക്കൻ പാർട്സ് കറി കഴിച്ചപ്പോഴത്തേനും വല്ലാത്തൊരു എനിക്ക് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചിക്കൻ്റെ ഈ ലിവർ അത് ഇതൊന്നും കഴിക്കത്തില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറുമില്ല, വെക്കാറുമില്ല വീട്ടിൽ ഈ വക ഐറ്റംസൊന്നും. അതൊക്കെ നാട്ടിൽ വരുമ്പോഴത്തേനാണ് ഞാൻ ഇങ്ങനെയുള്ള ഓരോരോ ആഗ്രഹങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേനാണ് കഴിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ചൂട് ചായ ഊതി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഇതാ 2 വെള്ളയപ്പത്തിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്തു, നല്ല കുതിർത്തി ചിക്കൻ കറി ഒഴിച്ചു. ചിക്കൻ കറി ഒഴിച്ചതിന് ശേഷം ഞാൻ ചിക്കൻ പീസ് എന്നും കഴിക്കുന്നതാണല്ലോ. അപ്പോൾ ചിക്കൻ പീസിനേക്കാളും കൂടുതൽ ഞാൻ വീണ്ടും എടുത്ത് കഴിച്ചത് ബാക്കിയുള്ള പാർട്സ് കറിയായിരുന്നു. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് നാൾ കൂടി കഴിച്ചപ്പോഴത്തേനും ചിക്കൻ കറിയിൽ ഈ പാർട്സ് ലിവറും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറേ നാൾ കൂടി കഴിച്ചപ്പോഴത്തേനും ഒരു വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. അപ്പോൾ അതാ ഞാൻ എൻജോയ് ചെയ്ത്. അപ്പം നല്ല സോഫ്റ്റ് വെള്ളയപ്പമാണ്. അപ്പോൾ അത് ഗ്രേവിയിൽ വായിലിട്ടപ്പോഴത്തേനും അങ്ങ് അരിഞ്ഞു പോവാണ്, അങ്ങ് അറിയാണ്ട് അങ്ങ് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ അത് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് വളരെ അത്യാവശ്യം നല്ല രുചിയാണ്, നല്ല ആവശ്യത്തിന് സ്പൈസിയുമാണ്, നല്ല ചൂട് ചായയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഫുഡിൻ്റെ കൂടെ ഈ ഒരു കോംബോ പഠിച്ചതിന് ശേഷം ഇപ്പം രാവിലെയുള്ള ചായ കുടിയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഫുഡിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ബിസിയും കാര്യം. അപ്പോൾ എൻ്റെ എന്നൊക്കെ പറയുന്നത് ഞാൻ വെറുതെ വീഡിയോയും ഷൂട്ടിങ്ങും ഒക്കെ ഉള്ളൂ. എൻ്റെ അമ്മച്ചിയുടെ കുറച്ച് കിച്ചൺ പണിയും കൂടെ ഞാൻ ജസ്റ്റ് ഈ ഷോട്ടിലൊന്ന് ഉൾപ്പെടുത്തിയതാണ്. അമ്മച്ചി ഇതാ നമ്മൾ 2 ഡേയ്സിൽ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ അമ്മച്ചി ചിക്കൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഉണക്കി റെഡിയാക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയി കഴിയുമ്പോഴത്തേനും ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒന്നും ഇത് റെഡി ആയിട്ടില്ല. ഇത് പല സ്റ്റേജസ് ആയിട്ട് ലാസ്റ്റ് ഈ ചിക്കൻ ഇങ്ങനെ ഉണങ്ങിയിരിക്കും, നല്ല റോസ്റ്റായിട്ട്. അത് നല്ല പത്തിരിയുടെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ബീഫും ചിക്കനും പത്തിരിയും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ആദ്യത്തെ 1-2 ദിവസമൊക്കെ 1-2 ദിവസമല്ല, കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. എങ്കിലും ആദ്യത്തെ കുറച്ച് ദിവസം കുക്കിങ്ങിൽ നിന്ന് ഫ്രീ ആവാമല്ലോ. ട്രാവലൊക്കെ കഴിഞ്ഞ് മടുത്തു പോകുമല്ലേ, കുട്ടികളും മടുത്താണ്, നമ്മളും മടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇന്ന് മൊത്തത്തിൽ കുറച്ച് ബീഫ് പരിപാടിയും ചിക്കൻ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പാനിലൊന്നും പറഞ്ഞാൽ പോരാ, വലിയൊരു ഐറ്റം ഇരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു പിടി ചോറിട്ടിട്ട്
അതിൽ കുറച്ച് പീസ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പാക്ക് ചെയ്ത് മാറ്റി. നമ്മുടെ ചിക്കൻ ഡ്രൈ ഫ്രൈ ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് മാറ്റി. അപ്പോൾ അതിൽ കുറച്ച് ഈ പാത്രത്തിലേക്ക് കുറച്ച് ചിക്കനൊക്കെ ഇട്ടായിരുന്നു. ആ ചിക്കനൊക്കെ ഞാൻ എടുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു പിടി ചോറിട്ടു. അത് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി. അതാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ. അതിന് ശേഷം ഒരു പിടി ചേന പൊരിച്ചത് അതിലേക്കിട്ടു. പിന്നെ അതിലേക്ക് 2-3 പീസ് കണ്ണിമാങ്ങ അച്ചാറിട്ടു. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ ബീഫ് ഉണ്ടാക്കിയാലും ചിക്കൻ ഉണ്ടാക്കിയാലും പ്രോൺസ് ഉണ്ടാക്കിയാലും ഇങ്ങനെയൊക്കെ ചോറിട്ട് കഴിക്കാനായിട്ട് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ്. ഇത് കഴിച്ചിട്ട് വീണ്ടും ലഞ്ച് കഴിക്കുന്നതല്ല, ഇത് എൻ്റെ ലഞ്ചാണ്. അപ്പോൾ വേറെ പാത്രത്തിലേക്ക് ഇന്ന് മാറ്റിയില്ല. ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത്. എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു കുഴച്ച് കഴിക്കുമ്പോൾ ഉള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, അസാധ്യ രുചിയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ അമ്മച്ചി കുക്ക് ചെയ്യുമ്പോഴത്തേനാണ് കേട്ടോ ഇങ്ങനെ ചോറൊക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കുന്നത്. ഒറ്റയ്ക്കുള്ള കുക്കിങ്ങിന് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. കാരണം അതൊക്കെ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓർക്കാറുമില്ല, ചെയ്യാറുമില്ല. പ്രോൺസൊക്കെ ആണെങ്കിൽ അങ്ങനെ ഓർത്ത് ചെയ്യാറുണ്ട്. അല്ലാതെ ചിക്കനും ഒക്കെ ബീഫൊക്കെ ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള കുക്കിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇവിടെ അമ്മച്ചി എടുത്താകുമ്പോൾ പണ്ട് മുതൽ ഞാൻ ആ പാത്രത്തിൽ ഉണ്ടാക്കിയ കുക്ക് ചെയ്ത ആ ഒരു പാനിൽ ചോറൊക്കെ ഇട്ട് കഴിക്കാറുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ അതുമല്ല, ഇന്ന് ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് തിരക്ക് പിടിച്ച പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണം. ഇന്ന് പുറത്ത് പോകുന്നത് പർച്ചേസിന് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും അമ്മച്ചിയും മക്കളും കൂടിയാണ്. അപ്പം വേറെ പ്ലേറ്റൊക്കെ എടുത്ത് ആസ്വദിച്ച് കഴിക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിലേക്ക് കുറേ ചോറും ഇട്ട് അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പർച്ചേസും കാര്യങ്ങളും, അതായത് ഒരുപാടല്ല, നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസൊക്കെ ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ടയേർഡായി. കാര്യം ഇന്നലെ പകലെന്ന് പറയുന്നത് കുറച്ച് ചൂടും വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഈരാറ്റുപേട്ടയിലെ മുണ്ടമറ്റം റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഇപ്പോൾ ഭയങ്കര സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം ഒരു സെക്ഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു ഇരിക്കാനായിട്ട്, ഡൈനിങ്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും അവർ അത് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ കയറി റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാറ കുറച്ച് ദിവസമായിട്ട് ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അവൾക്ക് ഈ ജലദോഷവും കഫക്കെട്ടൊക്കെ മാറി ഒന്ന് ഫ്രീ ആയി, കുറച്ച് ദിവസം കൂടി ഒന്ന് ഫ്രീ ആയത് ഈയിടെയൊക്കെയാണ്, സാറായും സൈറായും. അപ്പോൾ അതാ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഞാനും അമ്മച്ചിയും ഞങ്ങൾ നല്ല അടിപൊളി ഒരു സോഡ ലൈം കുടിച്ചു. അതിന് ശേഷം മക്കൾക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്തു. പിന്നെ നമ്മുടെ ഇന്നത്തെ ടീ ടൈം എന്ന് പറയുന്നത് ടീ ആൻഡ് സ്നാക്ക് പരിപാടീസ് മുണ്ടമറ്റത്താക്കാമെന്ന് വിചാരിച്ചു. വളരെ അടിപൊളിയായിട്ടുള്ള എഗ്ഗ് പപ്സ്, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി എഗ് പപ്സ്. പല ഐറ്റംസ് വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഷെയർ ചെയ്ത് കഴിച്ചു. ഡോട്ടർ ടൈം എന്നൊക്കെ പറയുന്ന പോലെ അമ്മയും മക്കളും ഞങ്ങൾ മാത്രം. അത്തച്ചി വേറെ എന്തോ ബിസിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും, ഞങ്ങൾ 4 പേരുമാണ് ഇറങ്ങി വേണ്ട ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തു. ഇന്നലത്തോടു കൂടി നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണായി. അതിന് ശേഷം സാറ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ പറയുന്ന ഐറ്റംസൊക്കെ എന്തൊക്കെയോ ഞാൻ വാങ്ങിക്കുന്നുണ്ട്. കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പീസ് വാഞ്ചോ പേസ്ട്രി വാങ്ങിക്കുകയാണ്. ഞാൻ ഒരല്പം ഷുഗർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇച്ചിരി സ്വീറ്റ് ഡയറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നുവെച്ചാൽ കംപ്ലീറ്റ് ഡയറ്റിലൊന്നുമല്ല, പൊടി മധുരമൊക്കെ ഇട്ടുള്ള ചായയൊക്കെ കുടിക്കും. എങ്കിലും ഐസ്ക്രീം, ജ്യൂസ്, കേക്ക് അതൊന്നും ഒക്കെ ഞാൻ ഒഴിവാക്കി. ഞാനധികമൊന്നും കഴിക്കുന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് സ്നാക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിയും പിള്ളേരും കേക്കും കാര്യങ്ങളൊക്കെ അമ്മച്ചിയോടും പിള്ളേരോടും ഞാൻ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചൂട് ചായയും എഗ് പപ്സും ഒക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം ഒരു റെഡ് വെൽവെറ്റ് കേക്കും കൂടെ ഓർഡർ ചെയ്തു. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം നല്ല ഒരു ഫ്രഷ് ക്രീമാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, വിപ്പിംഗ് ക്രീമായിട്ട് തോന്നിയില്ല എനിക്ക്. ഫ്രഷ് ക്രീം നല്ല വായിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ്. അപ്പോൾ സാറ ഐസ്ക്രീം എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. അതിന് ശേഷം കേക്ക്സ് ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അപ്പം സാറയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദുബായിലാകുമ്പോഴത്തേനും ഇങ്ങനെ കൊണ്ട് നടക്കുന്നതാണ് ഫ്രൈഡേ സാറ്റർഡേയ്സിലൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും അവളെ അങ്ങനെ പുറത്തൊന്നും കൊണ്ടുപോയി വാങ്ങിച്ചൊന്നും കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ
അതും കൂടെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൈറും സാറയുടെ കൂടെ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഒരു ചായയും അതുപോലെ തന്നെ ഒരു എഗ് പപ്സും അതുപോലെ തന്നെ ചായ കുടിച്ച് തീർന്നില്ലായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് ഒരു ഉഴുന്നുവടയും കൂടെ ഓർഡർ ചെയ്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയായിരുന്നു. അപ്പോൾ എൻ്റെ വാട്ടൈ 8th ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഈ കംപ്ലീറ്റ് ഞങ്ങൾ കഴിച്ചതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാം കഴിഞ്ഞു. അവിടുത്തെ ചായ കുടി പരിപാടിയും ഫുഡ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് 2 വെള്ളയപ്പവും കുറച്ച് ബീഫ് കറിയും കുറച്ച് ഉച്ചയ്ക്ക് പ്രിപ്പയർ ചെയ്ത കുറച്ച് ചിക്കൻ റോസ്റ്റുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വാട്ടൈ 8th ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ടേസ്റ്റി ഡിലീഷ്യസ് ഡിഷസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ഞാൻ ഇനിയും പുതിയ ഐറ്റംസുമായിട്ട് വരും. ഇത്രയേ ഉള്ളൂ. താങ്ക്